കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ആദ്യം ഒരു വാക്യം കേട്ട്, ജെയിംസ് 4:17 അല്ലേ? എന്താ യാക്കോബ് 4:17 പറയുന്നത്? നമ്മള് ഇന്ന് എന്താ കേട്ടത്? നന്മ ചെയ്യുക. നന്മ ചെയ്യുന്ന കാര്യത്തില് നമുക്ക് എല്ലാത്തിനും ഒരു ഡിക്ഷണറി ഉണ്ട് അല്ലേ? ഇഫ് യു ഡോണ്ട് നോ എ വേർഡ്, വിൽ ഗോ ടു ദ ഡിക്ഷണറി ടു ഫൈൻഡ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. ഒരു വാക്കിന് അർത്ഥം അറിയത്തില്ലെങ്കിൽ എങ്ങോട്ടാ പോയി നോക്കുന്നേ? ഇപ്പം പിന്നെ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ഡിക്ഷണറി ഒക്കെ എടുത്ത് തുറന്ന് നോക്കണമായിരുന്നു. ഇപ്പം പിന്നെ മൊബൈലിൽ തന്നെ ഡിക്ഷണറി ഉണ്ട്. പിന്നെ അത് ഡിക്ഷണറി ആപ്പ് കൂടാതെ ഗൂഗിളിൽ ഇന്നതിന്റെ മീനിങ് എന്ന് അടിച്ചാൽ അതിന്റെ മീനിങ് വരും. അപ്പോൾ പക്ഷേ ഗൂഗിളിൽ അടിച്ചാലും മീനിങ് പ്രോപ്പറായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പൊ നമ്മൾ നന്മ ചെയ്യുക എന്ന് പറയുമ്പം എല്ലാത്തിനും നമ്മുടെ പൂർണ്ണ എക്സാമ്പിൾ, പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് ആരാ ഉള്ളേ? ഹു ഇസ് ദാറ്റ്? ജീസസ്. യേശുവാണ്. യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നുള്ള വാക്യമൊക്കെ നമ്മൾ അപ്പോസ്തലർ 10:38 നമ്മൾ വായിച്ചു. ആദ്യം നമുക്ക് യാക്കോബിന്റെ 4:17 വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത എന്താ? among all the books of the Bible, books of the New Testament, in the matter of the chronological order in which it was written, യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത എന്താ? Book of James was perhaps the first book that was written in the New Testament. പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമായിട്ടാണ് യാക്കോബിന്റെ ലേഖനം അറിയപ്പെടുന്നത്. യാക്കോബ് എന്ന് പറയുമ്പോൾ ജെയിംസ് ആരായിരുന്നു? യേശുവിന്റെ കൂടെ പിറന്ന സഹോദരനായിട്ടുള്ള, മറിയത്തിന്റെ പുത്രനായിട്ടുള്ള, യേശുവിന്റെ അനിയനായിട്ടുള്ള യാക്കോബായിരുന്നു. യാക്കോബ് കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് യാക്കോബ് കർത്താവിനെ വിശ്വസിച്ചിരുന്നില്ല. അവന്റെ സഹോദരന്മാരാരും കർത്താവിനെ വിശ്വസിച്ചില്ല, യേശുവിനെ വിശ്വസിച്ചില്ല എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 7:4-5 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് യാക്കോബിന് വലിയൊരു മാനസാന്തരം ഉണ്ടാവുകയും അതുപോലെ വലിയൊരു നുറുക്കത്തോടെ ഒരു ദൈവസഭയുടെ അതുപോലെ പില്ലറുകളിൽ ഒരാളാകുവാൻ യാക്കോബ്, അതായത് ഒരു തൂണാകുവാൻ യാക്കോബിനെ ദൈവം നിയോഗിച്ചു. നമ്മള് യേശുവിനും കൂടെ എപ്പോഴും ചേർന്ന് നടന്ന 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതാരൊക്കെയാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ആ യാക്കോബ് അല്ല ഈ യാക്കോബ്. ആ യാക്കോബ് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ജെയിംസ്? ആ യാക്കോബ് അപ്പോസ്തലർ 12-ാം യാക്കോബ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. എന്നാൽ ഇത് യേശുവിന്റെ അനിയനായിട്ടുള്ള യാക്കോബ. അപ്പൊ ഈ യാക്കോബിനെ കുറിച്ചും ഈ യാക്കോബും അപ്പോസ്തലനായോ എന്ന് ചോദിച്ചാൽ നമ്മള് ഗലാത്യ ലേഖനത്തിൽ, ഞാൻ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഗലാത്യ ലേഖനത്തില് ഈ യാക്കോബിനെ കുറിച്ചും അപ്പോസ്തലൻ എന്നുള്ള ഒരു പദപ്രയോഗം പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഗലാത്യർ 1:19 പോവുകയാണെങ്കിൽ, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ യാക്കോബിനെ എന്താ അപ്പോസ്തലനായിട്ട് ദൈവാത്മാവോടെ എഴുതിയിരിക്കുവാണ്. അപ്പൊ യേശുവിന്റെ സഹോദരനായ യാക്കോബും ശിരച്ഛേദം ചെയ്യപ്പെട്ട യാക്കോബല്ല, യേശുവിന്റെ സഹോദരനായ യാക്കോബും അപ്പോസ്തലനായിട്ട് എണ്ണപ്പെട്ടു എന്ന കാര്യം നമ്മളവിടെ ഗലാത്യർ 1:19 നമ്മൾ വായിക്കുന്നത്. ഐ ഡിഡ് നോട്ട് സീ എനി അതർ ഓഫ് ദ അപ്പോസ്റ്റൽസ് എക്സെപ്റ്റ് ജെയിംസ് ദ ലോർഡ്സ് ബ്രദർ. ഗലാത്യർ 1:19 നമ്മൾ വായിക്കുമ്പോൾ അതാ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് തൂണുകളായിരുന്നു എന്ന് ഇവിടെ പറയുന്നത്. ഗലാത്യർ 2 ഇപ്പൊ യാക്കോബിൽ എഴുതിയപ്പോൾ യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് 1-2 കാര്യം ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ തീം നന്മ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഗലാത്യർ 2:9 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്ക് ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഈ ഒരു വലിയ ഷീറ്റ്, ഇവിടെ അലുമിനിയം ഷീറ്റൊക്കെ താങ്ങി നിർത്തിയിരിക്കുന്ന കുറെ തൂണുകളുണ്ട് ഇല്ലേ? ആ തൂണുകളെല്ലാം പോയാല് തപ്പോന്നും പറഞ്ഞെല്ലാം കൂടെ താഴെ വീഴും എന്ന് പറഞ്ഞതില് സഭയുടെ തൂണുകളായിട്ട് എണ്ണപ്പെട്ടിരുന്ന ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ യാക്കോബിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബ്, കേഫാവ് എന്ന് പറയുന്നത് നമ്മുടെ പത്രോസ്, കേഫാവ്, യോഹന്നാൻ. അത് ഈ കേഫാവും സീമോനും പത്രോസും ഇങ്ങനെ കുറെ പേരുകൾ എന്താ ഈ പത്രോസിന് വന്നേക്കുന്നേ? ശരിക്കും പത്രോസിന്റെ പേരെന്തായിരുന്നു? നമ്മളെ ഇതിപ്പം ഇദ്ദേഹം കുറച്ച് പേരുകളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നന്മ ചെയ്തതിനെ കുറിച്ച് പറ സഹോദരൻ. കേഫാവ് അത് നമ്മൾ നോക്കുവാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തില് 1:42 നമ്മൾ വായിക്കുവാണെങ്കിൽ യേശുവിന്റെ അടുക്കൽ
ഈ പത്രോസിനെ അന്ത്രോസ് കൊണ്ടുവരുമ്പം യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ സീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. അപ്പൊ യഥാർത്ഥത്തില് ആ, പത്രോസിന്റെ പേരെന്തായിരുന്നു? സീമോൻ എന്നായിരുന്നു, സൈമൺ എന്നായിരുന്നു. അപ്പൊ കർത്താവ് കൊടുത്ത പേരാണ് എന്ത്? കേഫ. കേഫ എന്ന് പറയുന്നത് അത് അരാമ്യ ഭാഷയിൽ ഒരു വാക്കാണ്. അതിന് പത്രോസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്, പെട്രോസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അപ്പൊ കേഫ എന്ന് പറയുന്നതാണ് ശരിക്കും കർത്താവ് പത്രോസിന് കൊടുത്ത പേരെന്താ? കേഫ എന്നായിരുന്നു. കേഫ, CPHAS, കേഫ. എന്നാൽ അത് അരാമ്യ ഭാഷയിലെ ഒരു വാക്കായിരുന്നു. എന്നാൽ അത് പത്രോസ് എന്നാകുന്നു, പെട്രോസ്, പത്രോസ്, പീറ്റർ. അത് പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പീറ്റർ എന്ന് പറയുന്നു, മലയാളത്തിൽ പത്രോസ്, ഗ്രീക്കിൽ പെട്രോസ്. അപ്പൊ കേഫ എന്ന് പറഞ്ഞാൽ കേഫ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്ന് പറഞ്ഞാൽ ഒരേ വാക്കാ. അത് അരാമ്യ ഭാഷയിലെ വാക്കായിരുന്നു ഈ കേഫ എന്നുള്ള വാക്ക്. എന്തോ അതിന്റെ അർത്ഥം ചെറിയ കല്ല് എന്നാണ് അതിന്റെ അർത്ഥം, പെട്രോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് പാസിംഗ് ആയിട്ട് ഇത് പറഞ്ഞതാണ്. ഇപ്പൊ സൈമൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം, പെട്രോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചെറിയ കല്ലാണ്. സീമോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹിയറിംഗ്, കേൾവി, കേൾക്കുക, കേൾക്കുന്നത് എന്നാണ് സീമോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. കേൾക്കുന്നത് എന്നുള്ള വാക്ക്, ആ സീമോൻ എന്നുള്ള ഒരു പല സൈമൺസിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരിൽ ഒരാളുടെ പേരും സൈമൺ ദ സെലറ്റ്, എരിവുകാരനായ സീമോൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഈ പത്രോസിന്, അതായത് സീമോനായിട്ടുള്ള പത്രോസിന് കർത്താവ് പത്രോസ് എന്നുള്ളൊരു പേര് കൂടെ കൊടുത്ത കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, യാക്കോബിന്റെ പേരിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ടൊന്ന് പത്രോസിന്റെ പേരിലോട്ടൊന്ന് പോയെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് തിരിച്ച് നമുക്ക് എങ്ങോട്ട് വരാം? യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരാം. പുതിയ നിയമത്തില് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് പുതിയ ഉടമ്പടി മനുഷ്യനായിട്ട് എഴുതി തരുമ്പോൾ ആദ്യം യാക്കോബ് അപ്പോസ്തലനെ തന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് യാക്കോബ് ആ ലേഖനം എഴുതി. യാക്കോബിന്റെ ലേഖനം എല്ലാവരും എടുത്തു. ഇബ്രാഹിം ലേഖനമൊക്കെ കഴിഞ്ഞ് യാക്കോബിന്റെ ലേഖനം അതിന് 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ആദ്യം ബ്രദർ വായിച്ചേ. എന്താ നമ്മളിവിടെ വായിക്കുന്നേ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ചില കാര്യങ്ങള് ദൈവം തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ ഉള്ളാലൊരു സ്വാതന്ത്ര്യവും പ്രേരണയൊക്കെ തരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് മാർത്തയെ പോലെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നല്ല. അങ്ങനെ ചെയ്താൽ കർത്താവ് വഴക്ക് പറയും, ഒന്ന് അടങ്ങിയിരിക്കാൻ പറയും. മറിയത്തെ പോലെ ആദ്യം എന്നിൽ നിന്ന് നീ കേൾക്കുക. മാർത്ത വാസ് ഡൂയിങ് സോ മെനി അപ്പാരന്റ്ലി ഗുഡ് തിങ്സ്. മാർത്ത ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ മാർത്തക്ക് എന്താ, കർത്താവിന്റെ വഴക്ക് കേൾക്കാനേ പറ്റുള്ളൂ. എന്നാ മറിയം ചെയ്ത ഒരു നന്മ പ്രവൃത്തിയുണ്ട്. മറിയം ആദ്യം എന്ത് ചെയ്തു? നമ്മൾ പാടിയതുപോലെ നല്ല പങ്കായുള്ളതിനെ, അല്ലേ, നമ്മളെ നല്ല പങ്കായുള്ളതിനെ തരണം. നല്ല പങ്ക് എന്ത് നല്ല പങ്ക്, ഗുഡ് പോർഷൻ മേരി ഹാസ് സെലക്ടഡ് ദാറ്റ് ഇസ് വിച്ച് ഇസ് ഗുഡ്. യേശുവിൽ നിന്ന് കേട്ടു. അത് കഴിഞ്ഞിട്ട് മറിയം പ്രവർത്തിച്ചു. നല്ല പങ്ക് എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന്, കർത്താവിന്റെ ആത്മാവത്തെങ്കിൽ ഇരുന്ന് കർത്താവിനുള്ള ആ ഒരു സ്നേഹ സംസർഗത്തില് യേശുവിനെ കേൾക്കുക, കേട്ട് അത് ചെയ്യുക. മറിയം ചെയ്തൊരു നല്ല പ്രവൃത്തി പിന്നെ യേശു വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, വളരെ അഭിനന്ദിച്ച് പറഞ്ഞത് എന്തായിരുന്നു? അവളെ കൊണ്ടാവുന്നത് അവള് ചെയ്തു. ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്. ഇപ്പൊ ഞങ്ങള് ഈ പ്രാർത്ഥന മോളെ ബദനി മേരി എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതും എന്തെങ്കിലുമൊക്കെ എല്ലാം ഒന്ന് കുളവാക്കി വെച്ച് എന്തെങ്കിലുമൊക്കെ എല്ലാം പൊട്ടിച്ചൊക്കെ വെച്ചിട്ട് ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്, പറ്റുന്നത്ര കുളവാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങള് തമാശയായിട്ട് പറയും. അത് ആ വാക്യം നിങ്ങൾക്കറിയാം, നമ്മൾ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ മർക്കോസ് 14 ആ കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഗോസ് ടു മേരി ഓഫ് ബെത്തനി. അതെ, സർട്ടിഫിക്കറ്റ്, കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പം നമ്മള് അവിടെ തന്നെ കൊണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ വിരിക്കുമോ നന്മ ചെയ്യുമോ? അപ്പൊ അതൊക്കെ വലിയ കോടീശ്വരന്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വലിയ എന്തോ ഉള്ളേ, നമ്മൾ ഈ ഇട്ടാവട്ടത്ത് ഇരുന്ന് എന്തോ വലിയ നന്മ ചെയ്യാനാ, അതിലിപ്പോ എന്താ ചെയ്യാനൊക്കെ. മദർ തെരേസ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, we may not be able to do great things, but we can do small things with great love. അല്ലേ? അങ്ങനെയല്ലേ കോട്ടന്റെ കാര്യത്തിൽ ഞാൻ സ്ത്രീകളോടൊന്നും എപ്പോഴും സ്ത്രീകളെയാണ് കോട്ട്സ് എടുത്ത് ഇങ്ങനെ ഇടുന്നത്. മദർ തെരേസ അവരെ ശരിയാണ്, അവരൊരു കത്തോലിക്ക പാരമ്പര്യത്തിൽ തന്നെ നിന്ന ഒരു സഹോദരിയാണ് എന്ന് നമ്മൾ സാൻഡ്ബർഗിനൊക്കെ കേട്ടിട്ടുള്ളത് പോലെ her heart was right with God. ശരിയാണ്, അവളുടെ ഉപദേശത്തിലൂടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും ഇന്ത്യയിൽ തന്നെ ഭാരതത്തില് ക്രിസ്തീയതയെ
ക്രിസ്തീയതയുടെ സൗരഭ്യം ഒരുപാട് പരത്തുവാൻ ഇന്ന് മദർ തെരേസയെ കുറിച്ച് ഒത്തിരി തെറ്റായ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന നന്മ ചെയ്ത് ക്രിസ്തുവിന്റെ സൗരഭ്യം പടർത്തിയ ഒരു മഹിളാ രത്നമായിരുന്നു മദർ തെരേസ. അപ്പൊ മദർ തെരേസ അവള് അവിടെ കൊൽക്കത്തയുടെ തെരുവീതികളില് കുഷ്ഠരോഗികളെയൊക്കെ അവരുടെ മുറിവുകളൊക്കെ വെച്ച് കിട്ടും അവളെ കൊണ്ട് പറ്റുന്നത് കാര്യങ്ങൾ. സോ വി മേ നോട്ട് ബി ഏബിൾ ടു ഡു ഗ്രേറ്റ് തിങ്സ്, വലിയ വലിയ കാര്യങ്ങൾ. നമ്മളിപ്പോ പെട്ടെന്ന് 10 ആൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഒരാൾക്ക് 10 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങള്, ചിലപ്പോ വിധവയുടെ 2 കാശായിരിക്കും, 2 copper coins, 2 mites of the widow. അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളെല്ലാം കൂടെ അങ്ങ് കൊടുത്തു. നമ്മുടെ വിധവയെ കുറിച്ച് നമ്മളവിടെ സുവിശേഷങ്ങൾ അവസാനിക്കാറാവുമ്പോൾ നമ്മളത് വായിക്കുന്ന നമുക്കറിയാം. ദേവാലയത്തില് ശ്രീ ഭണ്ഡാരത്തിനടുത്ത് കർത്താവ് വന്നിരിക്കുന്നത് അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. മറ്റുള്ളവരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവരൊക്കെ നോട്ടീസൊക്കെ അച്ചടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇത്ര കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു വന്ന് കൊടുത്തിരുന്ന വിധവ അവർക്ക് ഉള്ളതില്ല. ഗോഡ് വാസ് സീയിങ് ഹൗ പീപ്പിൾ വേ ഗിവിങ്. ഇപ്പൊ ഞാൻ മർക്കോസ് കർത്താവിന്റെ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരും കിട്ടിയോ? 14:8 മർക്കോസ് 14:8 അവൾ തന്നാൽ ആവത് ചെയ്തു. ഷീ ഹാസ് ഡൺ വാട്ട് ഷീ കുഡ്. ഷീ ഹാസ് അനോയിന്റഡ് മൈ ബോഡി ബിഫോർ ഹാൻഡ് ഫോർ ബറിയൽ എന്ന് പറഞ്ഞാല് കർത്താവിൽ നിന്ന് അവള് കേൾക്കുന്ന ഒരു ശീലം അവൾക്ക് ഉണ്ടായിരുന്നു. കർത്താവിനെ കേട്ടു. അവള് ലൂക്കോസ് 10-ാം ആ ഒരു രംഗം നമുക്കറിയാം. ഷീ വാസ് ലിസ്ണിംഗ് അറ്റ് ദ ലോർഡ്സ് ഫീറ്റ്. കർത്താവിന്റെ കാൽപാദത്തിന്റെ വന്നിരുന്ന് കേൾക്കുമായിരുന്നു. നമ്മളിപ്പം ഇവിടെ ഇപ്പം നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടോണ്ടിരിക്കുന്നു, പക്ഷേ യു ഷുഡ് ബി ഹിയറിംഗ് ദ ലോർഡ് ജീസസ് ഓൾസോ അറ്റ് ദ സെയിം ടൈം. ഇതിന്റെ കൂടെ തന്നെ യേശുവിനെയും കൂടെ നമ്മൾ കേൾക്കണം. കർത്താവ് യേശു അവിടുന്ന് എന്റെ ജീവിതത്തോട് എന്തായാലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നന്മ ചെയ്തതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നു. എന്റെ ജീവിതത്തിലെ കർത്താവെ അവിടുന്ന് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു കേൾക്കുന്ന ഒരു ഹൃദയം കർത്താവിൽ നിന്ന് കേട്ട്. അങ്ങനെ യേശു നന്മ ചെയ്ത് നടന്നു എന്ന് പറയുമ്പോൾ യേശു എന്തെങ്കിലുമൊക്കെ കുറെ നന്മ ചെയ്തുകൊണ്ട് നടന്നതല്ല, മറിച്ച് പിതാവിൽ നിന്ന് കേട്ട് അത് മാത്രം അങ്ങ് ചെയ്തു. യേശുവിന് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇസ്രായേലിൽ എല്ലാവരും സുഖമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് ബത്സേദ കുളക്കരയിൽ നിന്ന് എല്ലാവരും സുഖം പ്രാപിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞില്ല. അവിടെ ഒരാളെ കർത്താവ് സുഖമാക്കിയിട്ട് കർത്താവ് മുങ്ങി. എന്നുവെച്ചാൽ അവിടെ നിന്ന ആൾക്കാരെല്ലാരെയും പിടിച്ച് സുഖമാക്കിപ്പിക്കാൻ വേണ്ടി പിന്നെ ഭയങ്കര സമ്മർദ്ദം വരും. കർത്താവ് പിന്നെ ഒരു പേരും അഡ്രസ്സും ഒന്നും വെക്കാതെ എന്താ പോയടത്ത് കൂടെ പോലും ഇല്ലെന്നോ, ആട് പോയടത്ത് അങ്ങനെ ഏതാണ്ടൊക്കെ പഴമൊഴിയൊക്കെ പറയും. എന്താ ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്ന് പറയുന്ന പോലെ അതുപോലെ കർത്താവ് പോയടത്ത് ഇങ്ങനെ ഏത് വഴിയും കർത്താവ് മുങ്ങി കളഞ്ഞു. കർത്താവ് അങ്ങനെ മുങ്ങുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു. എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് കർത്താവിനെ കാണുന്നില്ല. നമുക്ക് കർത്താവ് അവിടെ തീർന്നിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമില്ല. നമ്മള് ലൂക്കോസ് 5:16-17 വാക്യങ്ങളെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ജീസസ് എപ്പോഴും ആ ഒരു ഹെവൻലി വോക്കി ടോക്കി ആയിട്ടാണ് നടന്നത്. സായിബ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ കാണും. എന്നുവെച്ചാൽ ഈ പോലീസുകാരൊക്കെ, ഇപ്പോഴത്തെ പോലീസുകാർക്ക് അവർക്ക് വേറെ സംവിധാനങ്ങളൊക്കെ ആയിരിക്കും. വോക്കി ടോക്കി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അവരിപ്പോ ഒരു ട്രാഫിക് ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ അവര് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ മേലധികാരികളുമായിട്ട് കണക്ട് ചെയ്ത് പറയാ, ഇവിടെ ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട്, കുറച്ചുകൂടെ ആൾക്കാർ ഇങ്ങോട്ട് വരണം. അപ്പോഴേക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചുകൂടെ പോലീസുകാരൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ അവര് എപ്പോഴും വേറെ കണക്ഷൻ, അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു കോള് വരുമ്പോൾ അവർ എടുക്കുന്നു, അതിൽ സംസാരിക്കുന്നു. അവർ കണക്റ്റഡ് ആണ്. അവരുടെ ആ ഹെഡ്ലൈൻ, ഹോട്ട്ലൈൻ, അവരുടെ ആ മുകൾ മേലധികാരികളുമായിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളും അവർ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് നന്മ ചെയ്യാത്തത് പാപം എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരുക്കിയിട്ടുള്ള നന്മ പ്രവൃത്തികൾ എന്നൊക്കെ നമ്മൾ Efesiയർ 2:10 നമ്മൾ വായിച്ചു. ഹിസ് പ്രിപ്പയർഡ് our good works beforehand. നമ്മളെ പടച്ചിവിടെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോഴേ the Lord has already recorded all the days of our life. നമ്മൾ ആ വാക്യമൊക്കെ എപ്പോഴും എടുക്കാറുണ്ട്. ഇവിടെ 139-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ആ ലിവിംഗ് ബൈബിൾ പാരഫ്രൈസ് ഒക്കെ നമ്മൾ ഈ അടുത്തൊക്കെ നമ്മൾ വായിച്ചു. കർത്താവ് എല്ലാം, എവറിത്തിങ്, ഈവൻ ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത്, എവറിത്തിങ് വാസ് റെക്കോർഡഡ് ഇൻ യുവർ വർക്ക്. യു ഹാവ് ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ്. അതാണ് 139-ന്റെ 16-ാമത്തെ വാക്യത്തില് ദാവീദ് പറയുന്നത്, ഡേവിഡ് പറയുന്നത്, ഈവൻ ബിഫോർ എ ഡേ വാസ് ദെയർ. അപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും അങ്ങ് പോവുക. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു സഹോദരനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലുള്ള ചില ഇങ്ങനെ പല നീഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഞങ്ങളെ കൂടെ എന്തെങ്കിലും നന്മ ചെയ്യാൻ എന്തെങ്കിലും സഹായം കിട്ടേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അത് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അത്
അതിനായിട്ട് അവിടുന്ന് ഗൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിച്ച എന്തെങ്കിലും വാട്ട് എവർ ഇസ് ഗോഡ്സ് വിൽ ഫോർ അവർ ലൈഫ്, അതാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളുടെ നന്മ എന്ന് പറഞ്ഞാൽ വലിയ ഈ പാവങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനായിട്ട്, അമ്മയായിട്ട്, ഉത്തരവാദിത്തമുള്ള ഒരു മകനായിട്ട്, സഹോദരനായിട്ട്, നമ്മുടെ വീട്ടില് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കും, നിങ്ങളെ ചെറുപ്പക്കാരോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടില് ഐ യു ഡൂയിങ് ഗുഡ് ഡീഡ്സ്? നമ്മൾ ചിലപ്പോൾ വലിയ വലിയ നല്ല നാട്ടിൽ ഭയങ്കര സ്ഥലപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില രാഷ്ട്രീയക്കാരെ പറഞ്ഞ പോലെ. വീട്ടിൽ പക്ഷേ ഭാര്യയും ഭർത്താവ് തമ്മിൽ ഭയങ്കര അടിയായിരിക്കും, അല്ലെങ്കിൽ മക്കൾ തമ്മിൽ ഭയങ്കര തമ്മിലായിരിക്കും. ബാക്കി പുറമേയായിട്ട് ഭയങ്കര എല്ലാവരോടും ഭയങ്കര നന്മയും വലിയ കരുണയും അഭിനന്ദനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മള് ഒരു മകനെന്ന നിലയില്, മകളെന്ന നിലയില് ഹെൽപ്പ് ടു അവർ പേരൻസ്, നമ്മള് അപ്പന്, നമ്മുടെ അമ്മയ്ക്ക് ഞാൻ ചെറുപ്പക്കാരുടെ എല്ലാവരോടും ചോദിക്കുക, ഹെൽപ്പ് ടു യുവർ പേരൻസ്. നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു സഹായമാണോ അതോ തലവേദനയാണോ? ഇവനെയും കൊണ്ട് തോറ്റു, ഇവളെയും കൊണ്ട് തോറ്റു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണോ? ശരി, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു, ഞാൻ ആരെയും കണ്ടം ചെയ്യാൻ വേണ്ടി, ആരെയും കല്ലെറിയാൻ വേണ്ടി അല്ല ഇവിടെ നിൽക്കുന്നത്. എന്റെ എന്റെ പോക്കറ്റിൽ കല്ലൊന്നുമില്ല. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നമ്മളെല്ലാവരും കുറവുള്ളവരാ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു നന്മ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഉത്തരവാദിത്ത ബോധം, നമ്മളുടെ വീട്ടിലെ ഉത്തരവാദിത്ത ബോധം, റെസ്പോൺസിബിലിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അറ്റ് ഹോം, ചേർച്ച്, നമ്മുടെ സഭയിലാവട്ടെ, നമ്മുടെ ഭവനത്തിലാവട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ വലിയ വലിയ ആത്മീയ പരിവേഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ജോലിയിൽ ഭയങ്കര ഒരു ഒന്നും ഒരു ആത്മാർത്ഥത ഇല്ലാതെ എല്ലാവർക്കും ഭാര്യം വെച്ച് ഒരു കാര്യങ്ങളായിരിക്കും. പക്ഷെ ദാറ്റ് ഇസ് എ ബാഡ് ടെസ്റ്റിമണി. നമ്മള് ദാനിയലിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ നമ്മൾ മർക്കോസ് 14:8 ഞാൻ വായിച്ചു. കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ കണ്ടോ? ദാനിയലിനെ കുറിച്ച് പറയുന്ന ആ ഒരു നന്മ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമ്മളുടെ ജോലി, നമ്മുടെ പഠിത്തം, ആ കാര്യങ്ങളിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ എന്നെ ലിസൺ ചെയ്യുന്നുണ്ട്, നമ്മളെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു വാക്യം ദാനിയലിന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ഡാനിയൽ, നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള വാക്യമാണ്. ഹെസ്കേൽ കഴിഞ്ഞിട്ട് ദാനിയലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ദാനിയലിനെ കുറിച്ച് പറയുന്നത് എന്താ? ഒരു 4-ാമത്തെ വാക്യമുണ്ട്. അത് നമ്മളെല്ലാവരും, ഡാനിയൽ ചാപ്റ്റർ 6:4. Did you see that? എന്താ പറയുന്നേ? ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. They wanted to find something against Daniel. ഡാനിയലിന്റെ പുസ്തകം, നമ്മളെ എഹെസ്കേല് കഴിഞ്ഞ അല്ലെങ്കിൽ എസെക്കിയേല് കഴിഞ്ഞ ഡാനിയലിന്റെ പുസ്തകം, 6-ാം അധ്യായം ചാപ്റ്റർ 6:4. അപ്പൊ അവര് they were trying, seeking to find a ground of accusation against Daniel with regard to the government affairs, but they could not find any ground of accusation or evidence of corruption, in as much as he was faithful, and no negligence or corruption was to be found in him. എത്ര വലിയൊരു സാക്ഷ്യം അതാ! എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. നമ്മളുടെ മേലധികാരികൾ, നമ്മളുടെ ഓഫീസില്, നമ്മുടെ ഹോസ്പിറ്റലില്, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത്, ഈവൻ നമ്മുടെ വീട്ടില് ഒക്കെ നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറ്റുവാണെങ്കിൽ, നോ നെഗ്ലിജൻസ്, നോ കറപ്ഷൻ, ഫെയ്ത്ത്ഫുൾ. എന്താ പറയുന്നത്? അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്താനായില്ല. അവർക്ക് ആകപ്പാടെ കണ്ടെത്താൻ പറ്റിയ കുറ്റം എന്താണെന്ന് അറിയാമോ? ഇവൻ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതായത് ഇവര് കണ്ടുപിടിച്ച വലിയ കുറ്റം. ബാക്കി ഒരു ക്രിമിനൽ കുറ്റവും ഇത് ദാനിയേൽ ചെയ്തില്ല. അതതിന്റെ തൊട്ടടുത്ത ബാക്കി നമ്മളതാ വായിക്കുന്നത്. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, ഇവൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ഇവൻ യേശുവിനെ വിളിക്കുന്നു, ബാക്കി ഒരു കുറ്റവുമില്ല. ബാക്കി ഒന്നും കുറ്റം കണ്ടുപിടിക്കാനില്ല. അപ്പൊ അവര് കണ്ടുപിടിച്ച വലിയ ക്രിമിനൽ കുറ്റം എന്താണ്? ഇവന് ദൈവത്തെ വിളിക്കുന്നു, യേശുവിനോട് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് നമുക്കതൊരു കർത്താവേ, അതുപോലെ എന്നെ ആക്കണം കർത്താവേ, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ സ്കൂളില്, സ്കൂൾ, നമ്മുടെ സ്കൂളില് നമ്മള് ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് നമ്മള് ബെസ്റ്റ് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹാവ് യു പുട്ട് യുവർ മാക്സിമം എഫേർട്ട്. ഇപ്പൊ സാൻബേർഗ് തന്നെ പറഞ്ഞൊരു ഉദാഹരണം ഏകദേശം ഓർമ്മയിൽ ഞാനിങ്ങനെ പറയുവാണെങ്കിൽ, അതായത്
ഒരു വലിയ ബുദ്ധിയുള്ള ഒരു കുട്ടി ഒരു 50% എഫർട്ട് ഇട്ട് 90% മാർക്ക് വാങ്ങിക്കുന്നു ഇരിക്കട്ടെ, നല്ല ബുദ്ധിമാനാണ്, 50% എഫർട്ട് കിട്ടുള്ളൂ. നല്ല ബുദ്ധിമാനായിട്ട് കുറച്ച് എഫർട്ട് കിട്ടുള്ളൂ, 90% മാർക്ക് വാങ്ങിച്ചു. വേറൊരു കൊച്ച് 100% അതിനെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ആയിട്ട് പഠിച്ച്, അത് മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് അത്ര ബുദ്ധി, അത്ര സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് അല്ല, പക്ഷെ 80% മാർക്കേ കിട്ടിയുള്ളൂ. സ്കൂളിന്റെ ഗ്രേഡില് 90% വാങ്ങിക്കുന്ന ആളുടെ ഫസ്റ്റ് റാങ്ക്, മറ്റേ ആൾക്ക് സെക്കൻഡ് റാങ്ക്. എന്നാൽ ദൈവം നോക്കുമ്പോൾ എങ്ങനെയാ, ആദ്യം ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്ന ആൾക്കാർ ഈ 100% നമ്മൾ ആരും 100% അല്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്നത് പോലെ ഒരു ഹാർഡ് വർക്കിംഗ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തോ മറ്റുള്ളവരെ സഹായിക്കുന്നത് മാത്രമല്ല, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അത്, നമ്മളുടെ ജോലിയിലുള്ള ഉത്തരവാദിത്തം, നമ്മുടെ വീട്ടിലുള്ള ഉത്തരവാദിത്തം, നമ്മള് ചിലപ്പം ഭാര്യ ഭർത്താവിനെ സഹായിക്കേണ്ട ചില കാര്യങ്ങൾ, ഭർത്താവ് ഭാര്യയെ സഹായിക്കേണ്ട ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലൊക്കെയുള്ള ആ ഒരു നമ്മുടെ അപ്പനന്മാരുടെ ഇടയിലുള്ള നമ്മളുടെ ആ ഒരു പരസ്പരമുള്ള ആ സഹായവും കാര്യങ്ങളും, കുഞ്ഞുങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ റൂം, നിങ്ങളുടെ ഏരിയ നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് വർക്ക് ദാറ്റ് യു നീഡ് ടു ഡു. ബിസിനസ് അങ്ങനെ ആയിരുന്നു. പപ്പയും മമ്മിയും കീപ് യുവർ പ്ലേസ് ക്ലീൻ, ഡു ദാറ്റ്, ഡു യുവർ ഹോംവർക്ക് ഇൻ ടൈം, അത്ര സമയം മൊബൈലിൽ കുറച്ച് അത്ര നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് വർക്ക് ദാറ്റ് യു നീഡ് ടു ഡു. ഞാൻ പറഞ്ഞു വെച്ചാൽ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ആ ഒരു ജീവിതത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക്, ജീവിതത്തിന്റെ സന്ദർഭത്തിലേക്ക് നമ്മളത് അടുത്ത് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദിവസം 24 മണിക്കൂർ, ചിലർക്ക് 25 മണിക്കൂർ ദൈവം കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഗോഡ് ഗിവ്സ് എവരിവൺ 24 hours. നമ്മൾ ശരിയാണ്, ഒരു 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം, ബാക്കിയുള്ള സമയം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അത് ശരിയാണ്. ഭക്ഷണ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഡെയിലി റുട്ടീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയമുണ്ട്. ബാക്കിയുള്ള സമയം നമ്മുടെ ജോലി കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാവുന്ന കുറച്ച് ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഫ്രീ ടൈം എങ്കിലും കണ്ടെത്തി നമ്മള് ദൈവമുമ്പാകെ, വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന കാര്യങ്ങള്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മള് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കർത്താവേ അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില നന്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ സാമ്പത്തിക സഹായം മാത്രമല്ല, മറിച്ച് ചിലപ്പോൾ ഒരാളെ വിളിച്ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈലിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു വോയിസ് മെസ്സേജ് എങ്കിലും അയക്കുന്നതായിരിക്കും. എന്താ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി, നമുക്ക് പറ്റുന്ന പോലെ ആ ഒരു സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഒരു 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 എൻകറേജിങ്, ഒരു നല്ല വാക്ക് പറയാനുള്ളൊരു ഒരു ഒരു വകുപ്പ് അവിടെ ഉണ്ടായിട്ടും നമ്മളൊരു നല്ല വാക്ക്, ഒരു നന്ദി വാക്ക് നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മള് നന്ദി പറയാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലേ, നന്ദി പറയാൻ കടപ്പെട്ടിട്ടുള്ള, നന്ദി പറയേണ്ടതായിട്ടുള്ള നമുക്ക് നിങ്ങളുടെ പേരൻസിനോട് നിങ്ങള് ഹാവ് യു എവർ താങ്ക്ഡ് യുവർ പേരൻസ്? കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചാൽ അന്നത്തെ ദിവസം എനിക്ക് കുറച്ച് നേരത്തെ നോക്കി തീർന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാര്യങ്ങൾ, ഞങ്ങളിങ്ങനെ ഓരോ മത്സരത്തിന് കൊണ്ടുപോയ കാര്യം അതൊക്കെ പറഞ്ഞിങ്ങനെ, അപ്പൊ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ ഇങ്ങനെ ഗദ്ഗതമൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഒത്തിരി ഉമ്മയൊക്കെ കൊടുത്ത് ഷി വാസ് വെരി ഓവർവെൽംഡ് ആൻഡ് വെരി ഹാപ്പി. അവരുടെ ബർത്ത്ഡേസിലോ ബാക്കിയുള്ള വിശേഷാവസരങ്ങളിലും ഒക്കെ നമുക്ക് അവരെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് താങ്ക് ചെയ്യാം. ഇത് മാത്രമല്ല, അല്ലാതെ ചില അവസരങ്ങളിലൊക്കെ നമ്മള് അവർക്കൊരു നന്ദി വാക്ക് പറയുകയോ, ഒന്ന് ഹഗ് ചെയ്യുകയോ കിസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന നമുക്ക് വലിയ കാര്യമാണ്. അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചിലവ് ചെയ്യാൻ പറ്റിയൊന്നും ഉണ്ടാകത്തില്ല. ചിലരാണെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടിരുന്ന് ഉമ്മ കൊടുക്കും. ഏത് വാട്സപ്പ് പോസ്റ്റ് ഉണ്ടായിരുന്നു, മരിച്ചതിന് ശേഷം കൊടുക്കുന്ന ഉമ്മ അതിന് മുമ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. മരിച്ചതിന് ശേഷം ഉമ്മ കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, നമുക്ക് ആ ഒരു റിലീഫിന് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലൊരു ശരി കുറവുകളുള്ളവരാണ് നമ്മളുടെ അപ്പനമ്മമാരാവട്ടെ. ഇന്നലെ തന്നെ ഞാനൊരു 16 വയസ്സുള്ള ഒരു പയ്യൻ, ഭയങ്കര അവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നേക്കുക അച്ഛനും അമ്മയും കൂടെ. അപ്പൊ അത് കാറിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല, എന്നുവെച്ചാൽ അവര് കൗൺസിലിംഗ് ആണെന്ന് പറയാതെ കൊണ്ടുവന്നേ. അപ്പൊ ആള് അതിനകത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി
ജസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്ന അനുനയിപ്പിച്ചൊക്കെ കൊണ്ടുവന്നപ്പോ അങ്ങോട്ട് എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, പുള്ളിക്കാരന്റെ കുറവ് കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്ക് ഈ ഷർട്ടൊക്കെ മാറ്റി വാങ്ങിക്കുന്നത് അച്ഛനെ മാറ്റി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, ദൈവം നമുക്ക് തന്നിട്ടുള്ള അച്ഛനും അമ്മയാന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് താങ്ക്ഫുൾ. നമുക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോൻ നാളെ വളർന്ന് വലുതാവുമ്പോ അച്ഛനാവുമ്പോ അറിയാം, അപ്പോഴറിയാം ഈ അച്ഛന്റെ ചങ്കിടിപ്പ് എന്തുവാ എന്നുള്ള കാര്യം. അപ്പോഴേ മനസ്സിലാകുന്നത് ഈ അപ്പന്റെ അമ്മയുടെ എന്താ അവരുടെ ഒരു പ്രയാസം, അവരെന്താ ഒരു ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് പറഞ്ഞതും ചില കാര്യങ്ങളൊക്കെ മോനെ എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് പറയുന്നത് എന്താ മനസ്സിലാകും. നമ്മൾ ആ അച്ഛന്റെ സ്ഥാനത്ത് നമുക്ക് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആകുമ്പോഴേ നമുക്ക് ഈ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നേ എന്നുള്ള കാര്യം നമുക്ക് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എംപത്തൈസ് വിത്ത് ദാറ്റ് പേഴ്സൺ, ബി ഇൻ ദാറ്റ് അതർ പേഴ്സൺ ഷൂസ്. അമ്മയുടെ സ്ഥാനത്തായിരുന്നു ഞാനെങ്കിൽ, അച്ഛന്റെ സ്ഥാനത്തായിരുന്നു ഞാനെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ, നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ടു ദ എയർ ഹിയർ. ഞാൻ ഇവിടെ വായുവിനോടല്ല സംസാരിക്കുന്നത്. നമ്മൾ ഇവിടെ ആയിരിക്കും, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടും കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മൾ ചിലപ്പം വലിയ നന്മകളൊക്കെ അങ്ങ് ഉഗാണ്ടയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടില് ചിലപ്പോ ഒന്ന് മമ്മിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വൈഫിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ ഒന്ന് ചെറിയ ചെറിയ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ ആ ചാരിറ്റി എന്നുള്ള ആ ഒരു KJV-ലൊക്കെ ചാരിറ്റി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ലവിന് ചാരിറ്റി എന്നാണ് അവർ പറയുന്നത്. KJV ബൈബിൾ എടുത്ത് നോക്കിയാൽ ചാരിറ്റി, ഓൾഡ് ഇംഗ്ലീഷിൽ ചാരിറ്റി മീൻസ് ലവ്. ഇന്ന് നമ്മൾ ചാരിറ്റി മോഡേൺ ഇംഗ്ലീഷിൽ ടു ഡു ഗുഡ്, ഹെൽപ്പിംഗ് അതേഴ്സിനെ ചാരിറ്റി എന്ന് പറയുമ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് ലവ് ആൻഡ് ഈവൻ ഡൂയിങ് ഗുഡ്. നമ്മുടെ വീട്ടില് നമ്മള് ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള നമ്മള് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ ഞാൻ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ ഞാൻ കാഴ്ചവെക്കുന്നത്? നമ്മളുടെ ഉത്തരവാദിത്ത ബോധങ്ങള്, ചില കാര്യങ്ങളൊക്കെ നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മള് ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മളുടെ വൈഫ് നമ്മുടെ ഹസ്ബൻഡിന് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആവും. അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ഇതൊക്കെ ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ ആയിരിക്കും. ഒരു കാപ്പി കൊണ്ടുവരുമ്പോ താങ്ക് യു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനാണെന്ന് ചോദിച്ച് കാപ്പി സ്പെല്ല് ചെയ്ത് പോകുന്നതിനെ കുറിച്ചൊക്കെ സൈക്കോളൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോ ഫോർമലായിട്ടൊരു അത് പറയുന്നതിനൊക്കെ ഒരു ഫോർമലായിട്ട് തന്നെ നമ്മള് അതുപോലെയൊക്കെ ഒരു കോമണായിട്ട് ഔപചാരികമായിട്ട് എന്തോ പുറമേ പറയുന്ന കാര്യം മാത്രമല്ല, ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് ചില കാര്യത്തില് അവർ പാടുപെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. ചില കാര്യങ്ങള് ചിലപ്പോൾ ഹസ്ബൻഡ് ഒത്തിരി കഷ്ടപ്പെട്ട് ആയിരിക്കും പല പൈസയൊക്കെ സമ്പാദിച്ച് വീടിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വേർഡ്സ് ഓഫ് താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് നന്മ ചെയ്യുന്ന നമുക്കൊരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് ഒരു ഹൃദയംഗമായിട്ടൊരു നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ ചെലവുള്ള കാര്യമാണ്. നമ്മളത് വെറുതെ ഫ്ലാറ്ററി മാതിരി മുഖസ്തുതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യം പുറമെ ഇങ്ങനെ പുലിപ്പിച്ച് ആളെ മയക്കാൻ വേണ്ടി പറയുന്നത് മുഖസ്തുതി, ഫ്ലാറ്ററി അതല്ല, മറിച്ച് ഹൃദയത്തിന് ഉള്ള അഭിനന്ദനം. അപ്പൊ നേരിട്ട് ഞാൻ താങ്ക് യു ഒന്നും പറയത്തില്ല എന്ന് ചില പഴമക്കാരായിട്ടുള്ള ചിലരൊക്കെ പറയാൻ. അങ്ങനെയല്ല, കർത്താവിന്റെ എക്സാമ്പിൾ അങ്ങനെ. കർത്താവ് നഥാനിനെ കണ്ടപ്പോൾ കർത്താവ് പെട്ടെന്ന് ബാക്കി എല്ലാവരും നഥാനിനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അവരോടൊക്കെ രഹസ്യമായിട്ട് നഥാനിന് വേറെ കുറവൊന്നും ഇല്ല, കയ്യിലൊന്നും ഇല്ല എന്ന് അവരുടെ രഹസ്യമായിട്ടാണ് പറഞ്ഞത്. നഥാനിനോട് മുമ്പിൽ വെച്ച് തരാണ്. നഥാനിലെ കേൾക്കെ തന്നെ ദിസ് ഇസ് ദ റിയൽ ഇസ്രായേലിയൻ ഇൻ ഹൂം ദേർ ഈസ് നോ ഗായ് എന്ന് കർത്താവ് നഥാനിലെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഹാർട്ട് ഫെൽറ്റ് അപ്രീസിയേഷൻ അതിനെ never forget in his life. ആ ഒരു കർത്താവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. അവരും ഈവൻ ബദനിയിലും മറിയം അവിടെ കർത്താവ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ മറിയം ചെയ്ത ഒരു നല്ല പ്രവൃത്തിയുണ്ട്. അവള് കർത്താവിന്റെ കാലിൽ അഭിഷേകം ചെയ്തു. എന്നാൽ കർത്താവ് ചെയ്ത നല്ല പ്രവൃത്തി എന്താ? യൂദാസ് കണ്ണൊക്കെ ഉരുട്ടി ഇത് പാവങ്ങൾക്ക് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിലൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ കൂടെ ചേർന്നു എന്നാണ് നമ്മള് Matthew 26-ലും Matthew 26-ലും Markos 14-ലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇത് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവള് ഒറ്റയ്ക്ക് അവിടെ ആയിരിക്കുന്നു. ബാക്കി പുരുഷന്മാര് വലിയ കടിയും തട്ടുള്ള പുരുഷന്മാരൊക്കെ ഇവൾക്കെതിരെ പറയുമ്പോൾ കർത്താവ് ആരുടെ സൈഡിൽ നിന്ന് ഞാൻ ന്യൂട്രലായിട്ട് ഞാൻ ആരുടെയും പക്ഷം ചേരത്തില്ല, ഞാൻ ആരെയും പിണക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെടുത്തില്ലായിരുന്നു പറയാൻ വെച്ചാല് കർത്താവ് അവിടെ യൂദാസിനെ നന്നായിട്ട് തിരുത്തി ഷാർപ്പായിട്ട് ലെറ്റർ അല്ലോ എന്ന് പറഞ്ഞ് അവിടെ
ആ ഒരു ബലഹീനയായിട്ടുള്ള ആ ഒരു സഹോദരിയുടെ കൂടെ കർത്താവ് ഒരു സ്റ്റാൻഡ് എടുത്തു. സ്റ്റാൻഡ് എടുത്തപ്പോഴാണ് ആ ഒരു ചെറിയൊരു ജെന്റിൽ കറക്ഷനാണ് ആർക്ക് പിടിക്കാന്, യൂദാസിന് പിടിക്കാന്. യൂദാസ് അത് കഴിഞ്ഞിട്ട് പോയി മഹാപുരോഹിതന്മാരെയൊക്കെ ഹൈബ്രിസ്റ്റിനെയൊക്കെ ചെന്ന് കാണുന്ന കാര്യം നമ്മൾ മാത്യു 26 നമ്മളത് വായിക്കുന്നുണ്ട്. ജസ്റ്റ് ആഫ്റ്റർ ദിസ് കറക്ഷൻ ഓഫ് ജീസസ്, കർത്താവ് കറക്റ്റ് ചെയ്ത് തൊട്ട് പിന്നാലെ അവൻ പോയി ഹൈബ്രിസ്റ്റിനെയൊക്കെ ചെന്ന് കണ്ട് 30 വെള്ളിക്കാശ് തരാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ കർത്താവ് അവിടെ ഒരു നന്മ ചെയ്തു. ഒരു ഒരു നല്ല വാക്ക് പറയേണ്ടടുത്ത് കർത്താവ് നല്ലൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില കാര്യത്തിൽ നമ്മളൊരു റൈച്ചസ് ആയിട്ടുള്ള ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗ്രേഷ്യസ് ആയിട്ട് കൃപയോടെ നമ്മൾ ബഹുമാനത്തോടെ സൗമ്യതയോടെ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെടലൊക്കെ സഹിക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങള് ഡിപ്പാർട്ട്മെന്റിലെ ചില കാര്യങ്ങള് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചില നിലപാടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ നഷ്ടം ഉണ്ടായേക്കാം, ചിലപ്പം നമുക്ക് ഒറ്റപ്പെടൽ സഹിക്കേണ്ടി വന്നേക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യുക എന്ന് പറഞ്ഞാല് സെൻസ് ഓഫ് കമ്മീഷൻ ഉണ്ട്, സെൻസ് ഓഫ് ഒമിഷൻ ഉണ്ട്. സെൻസ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന പാപം ഇപ്പൊ എന്താ ദേഷ്യപ്പെടുന്നു, അത് സെൻസ് ഓഫ് കമ്മീഷൻ, നമ്മളൊരു കാര്യം മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്നു. സെൻസ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സി അങ്ങ് മാറ്റി സെൻസ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ഒരു നല്ല വാക്ക് പറയേണ്ടതാണ് എന്നാൽ നമ്മളത് പറയാതിരിക്കുന്നു. പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളതങ്ങ് നമ്മുടെ വായം അടക്കി വെക്കുന്നു. അതായത് സെൻസ് ഓഫ് ഒമിഷൻ. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നന്മയുണ്ട്, ചിലപ്പോൾ ഒരു വാക്കിലൂടെ ആയിരിക്കും, പ്രവൃത്തിയിലൂടെ ആയിരിക്കും, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യമായിരിക്കും. അത് പരിശുദ്ധാത്മ നമുക്ക് അതിനുള്ള പ്രേരണ തരുന്നിട്ട് പിന്നെ നമ്മൾ ചിലരോട് സുവിശേഷം പറയാനോ, ഒരു ട്രാക്ട് കൊടുക്കാനോ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പറയാനോ ഒക്കെയുള്ള ഒരു ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമ്മളങ്ങ് പത്യം അടക്കുമ്പോൾ ഇറ്റ്സ് എ സിൻ ഓഫ് ഒമിഷൻ. ഞാനാരും ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മളെ ഇങ്ങനെ പറയുന്നേ ആ ഒരു നല്ല ശമരിയക്കാരന്റെ ഉപമ ലൂക്ക് 10 നല്ല ശമരിയക്കാരന്റെ ഉപമയില് ലേവ്യനും പുരോഹിതനും ചെയ്ത പാപം എന്താ, അവൻ ചെന്ന് ഈ വീണ് കിടക്കുന്നതിനെ ചെന്ന് തൊഴിച്ചു. അവരൊന്നും ചെയ്തില്ല എന്നുള്ളത് അവരുടെ പാപം. അയാൾ കിടക്കുന്ന കണ്ട് അവിടെ റോബേഴ്സ് ഒക്കെ റോബ് ചെയ്ത് ഒരാൾ അവിടെ ഒരു പാവം അവിടെ വഴിയിലേക്ക് കിടക്കുന്ന അവര് തൊഴിച്ചു വഴക്ക് പറയുകയൊന്നും ചെയ്തില്ല. അവരെന്താ അപ്പുറത്തെ സൈഡിൽ കൂടെ മാറിപ്പോയി. സിൻ ഓഫ് ഒമിഷൻ. അവരുടെ സഹോദരനാണ് അവിടെ കിടക്കുന്നതെന്നാ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. അതായത് പണ്ട് സാക്രിഫൈസ് പറഞ്ഞിട്ട് ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പൊ നമ്മള് ഈ കുഞ്ഞുങ്ങള് കളർ അടിക്കത്തില്ലേ, കളർ അടിക്കുന്ന റൗണ്ട് ടു ബി കളർഡ്, സർക്കിൾ ടു ബി കളേർഡ്. അപ്പൊ സർക്കിള് ഫുള്ള് കളർ അടിക്കാൻ പറയുമ്പോൾ സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാല് ഈ സർക്കിളിന് വെളിയെ പോയി കളറടിക്കുന്നത് സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാല് കളറടിക്കുമ്പോ ഈ വൃത്തത്തിനകത്ത് കളറടിക്കാനാ പറഞ്ഞേ, നമ്മള് പറയാത്തടത്ത് പോയി എന്തെങ്കിലുമൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ ഈ സർക്കിളിന് പുറത്ത് പോയി കളറടിക്കുന്ന സിൻ ഓഫ് കമ്മീഷൻ. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കളർ മൊത്തം അടിക്കേണ്ടത് നമ്മൾ കുറച്ചവിടെ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ അടിച്ചു വെച്ചിട്ട് അവിടെ നിന്നും ഫുള്ള് അടിക്കേണ്ടടുത്തൊന്നും അടിക്കാതിരിക്കുന്നത് ഇറ്റ്സ് എ സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കളറടിക്കുന്ന പിള്ളേരൊക്കെ ചെയ്യേണ്ട കാര്യം മൊത്തം ചെയ്യാതിരിക്കുന്നത് സിൻ ഓഫ് ഒമിഷൻ. സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യമൊക്കെ പോയി ചെയ്ത് കുളവാക്കുന്നതാണ് സിൻ ഓഫ് കമ്മീഷൻ. അപ്പൊ ഇവിടെ നമ്മള് ആ ഒരു സിൻ ഓഫ് ഒമിഷന്റെ കാര്യം അന്ന് നമ്മൾ കൂടുതലായിട്ട് കേട്ടെ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടു. യേശുവിനെ കുറിച്ച് പറയുന്ന ആ ഒരു വാക്യം നമുക്ക് ഇവിടെ നമ്മൾ മർക്കോസ് 14 ഉണ്ടല്ലോ. അതിന്റെ തൊട്ട് മുമ്പ് മർക്കോസ് 12:41 വിധവയുടെ ചില്ലിക്കാശ് 2 കാശിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ മർക്കോസ് 14 ഉള്ളത് കൊണ്ട് തൊട്ട് ഒരു പേജ് ഇങ്ങോട്ട് മറിച്ച മർക്കോസ് 12-ാം അധ്യായത്തിന് 41 വായിച്ചു. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന്, അതായത് ട്രഷറിക്ക് മുമ്പിൽ നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. മലയാളത്തിൽ അത് പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷില് എന്താ, ഹി ബിഗാൻ ഒബ്സർവിങ് ഹൗ മച്ച് ദ പീപ്പിൾ വേർ പുട്ടിങ് മണി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോ, ഹൗ ദ പീപ്പിൾ വേർ പുട്ടിങ് മണി ഇൻ ടു ദ ട്രഷറി. ആ ഒരു മലയാളത്തിൽ അതങ്ങ് ഒരു സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയേണ്ടത് ട്രാൻസ്ലേറ്റ് ചെയ്തയാള് ഒരു ഞാനത് ഗ്രീക്കിൽ നോക്കിയപ്പോൾ ഗ്രീക്കില് പോസ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉണ്ട്. പോസ് എന്ന് പറഞ്ഞാൽ ഹൗ, ഇൻ വാട്ട് വേ എന്നവിടെ ഗ്രീക്കിൽ ഒരു പദമുണ്ട്. ശരിക്കും മലയാളത്തിൽ ഇങ്ങനെ വേണ്ട, പുരുഷാരം ഭണ്ഡാരത്തിൽ
പണം എങ്ങനെ ഇടുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെ എന്നുള്ളൊരു വാക്ക് അവിടെ ഒരു സിനിമ പ്രൊമിഷൻ മതി. ഞാൻ സത്യവേദ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തവരെ കലറിയുമല്ല, അവർ ഒത്തിരി പാടുപെട്ട് അതെല്ലാം ചെയ്ത്. പക്ഷെ മനുഷ്യരാണ്, അപ്പൊ അതുകൊണ്ട് അവരുടെ ചെറിയൊരു പെസേജ് പറ്റി ചെയ്ത ആ ഒരു വാക്ക് അവിടെ മിസ്സായി പോയിട്ടുണ്ട്. ഹൗ പോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കും. ഇൻ വാട്ട് വേ, ഹൗ. അവിടെ അവള് എന്താ ചെയ്തേ? അത് 42ാമത്തെ വാക്യം, വിധവ ധനവാന്മാർ പലരും വളരെ ഇട്ടു, ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ? അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു പോതേ വലിയ കാര്യം. അപ്പൊ അവര് വിളിച്ചത് ആരാണ്ട് വന്ന് കോടികള് നിക്ഷേപിച്ചെന്ന് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും. പക്ഷെ കർത്താവ് എന്താ, ശിഷ്യന്മാരെ, പീറ്റർ, ജോൺ, ജെയിംസ്, കം കം കം, ഓടിവാ, ദേ ഒരു കാര്യം ഞാൻ കാണിച്ചു തരട്ടെ. ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവള് തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. സോ നമുക്ക് അവളെ കൊണ്ടാവുന്നത് അവള് ചെയ്തു. നമ്മൾ ഇതിന്റെ തൊട്ട് അപ്പുറം മറിയെ കുറിച്ച് കർത്താവ് അതേ കാര്യം തന്നെ പറഞ്ഞു. ഷീ ഹാസ് ഡൺ വാട്ട് ഷീ കുഡ്. അവളാൽ ആവുന്നത് അവള് ചെയ്തു. നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് മാർത്തയെപ്പോലെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല, മറിച്ച് നമുക്ക് കർത്താവിനോട് തന്നെ നമ്മളിപ്പം ഇപ്രാവശ്യത്തെ ഗർഭവതിക്ക് നിങ്ങൾ എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. ആൾക്കാർ നമ്മളോട് പണം കടം ചോദിക്കുമ്പോൾ നമ്മള് ജ്ഞാനത്തോടെ കൊടുക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആരെങ്കിലും കടം ചോദിച്ചാൽ എല്ലാം കൂടെ എടുത്ത് അങ്ങ് കൊടുക്കുന്ന കാര്യമല്ല, മറിച്ച് പണത്തിന് ഉടയവൻ ആരാ? കർത്താവാക്കും. കർത്താവിനോട് ചോദിച്ച് ജ്ഞാനത്തോടെ നമുക്ക് ദൈവം ഒരു ഫ്രീഡം തരുന്നതനുസരിച്ച്, നമുക്കൊരു ഹൃദയത്തിൽ ആത്മാവിൽ ഒരു ഫ്രീഡം തരുന്നതനുസരിച്ച്, അതിനനുസരിച്ച് ജ്ഞാനത്തോടെ എന്ന് പറഞ്ഞൊരു നന്മ ചെയ്യണം സൗരങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഉള്ള എല്ലാം ബാങ്കെല്ലാം എല്ലാം വിഡ്രോ ചെയ്ത് എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ള കാര്യം അങ്ങനെയുള്ളൊരു മണ്ടത്തരമൊന്നും അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് എന്താ, കർത്താവ് നമ്മളെ കുറിച്ച് മുന്നമേ നിയമിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് എക്സാമ്പിളിനെയും കൂടെ പറഞ്ഞ് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം. എന്താ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38ാമത്തെ വാക്യം, അതൊരു വലിയ മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. എന്ന് പറഞ്ഞാല് പത്രോസിന്റെ കയ്യില് കർത്താവ് എന്ത് കൊടുത്തേ? ചാവി കൊടുത്തേ. എന്തിനുള്ള ചാവിയെ കൊടുത്തേ? കീസ് ഫോർ ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. നമ്മള് മത്തായി 16 അത് വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോല്. അപ്പം യഹൂദന്മാർ, ഇപ്പൊ നമ്മള് ഇന്ന് മനപ്പാട് വചനമായിട്ട് എന്താ പഠിച്ചേ? പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങള് യെരുശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടവും സാക്ഷികളാവും എന്ന് വായിച്ചു. എന്ന് പറയുമ്പോ എന്താ, നമ്മള് അവിടെ യെരുശലേമിൽ ആദ്യം അവിടെ അപ്പോസ്തലന്മാര് സാക്ഷികളായി. യെരുശലേമില് യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞ് പത്രോസ് അവിടെ പറയുന്നത്, പത്രോസിന് ചാവി കൊടുത്ത പത്രോസ് യേശുവിനെ വിവരിച്ച് പറഞ്ഞൊരു രംഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ യഹൂദന്മാരോട് പത്രോസ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യഹൂദന്മാരാണ്, അവര് തിരുവെഴുത്തുകൾ ഉള്ളവരാ. അന്ന് പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ഈ യഹൂദന്മാർക്കുണ്ട്. അപ്പൊ അവരോട് ഈ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 2-ന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ 16-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നേ. അതായത് യേശു എങ്ങനെ എപ്പോഴും പിതാവിനെ മുന്നിൽ കണ്ട് ജീവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ അത് ദാവീദ് പറഞ്ഞത് ഈ യേശുവിനെ കുറിച്ചാണ്. അത് അപ്പോസ്തലർ 2-ന്റെ 25 വായിക്കുവാണെങ്കിൽ, അതുകൊണ്ട് എന്റെ ഹൃദയം 25 വായിക്കൊണ്ട്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക, ഞാൻ കുലുങ്ങി പോവുകയില്ല. ഇതൊക്കെ ദാവീദ് പറയുന്നത് ഈ യേശുവിനെ കുറിച്ചാണെന്നുള്ള കാര്യമാണ് 29ാമത്തെ വാക്യത്തില് അവിടെ ആര് പറയുന്നേ? അവിടെ പത്രോസ് പറയുന്നത്. അപ്പം യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും പിതാവിനെ മുന്നിൽ കണ്ട് ജീവിച്ച ആ യേശു, അത് ദാവീദ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഈ യേശുവിനെ കുറിച്ച്. നിങ്ങൾ അവിടെ അവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാർക്കെല്ലാം എന്തറിയാം? ഈ സങ്കീർത്തനങ്ങളും ഒക്കെ അവരുടെ തിരുവെഴുത്തുകളൊക്കെ വെരി വെൽ വേഴ്സ്ഡ് ഇൻ ദോസ് സ്ക്രിപ്ചേഴ്സ്. സോ Peter is introducing Jesus from that Old Testament verse, Psalm 16:8 മുതൽ കോട്ട് ചെയ്യുക, 16-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം മുതൽ. എന്നാൽ ഇവിടെ അപ്പോസ്തലർ 10-ാം അധ്യായത്തില് പത്രോസ് എവിടെ ആയിരിക്കുന്നേ? പത്രോസിന്റെ കറന്റ് ലൊക്കേഷൻ, പത്രോസ് ജാതികളുടെ ഇടയിലേക്ക് ആദ്യം സുവിശേഷം പോവുകയാണ്. അതായത് ഈ തിരുവെഴുത്തുകളൊന്നും ഇല്ലാതിരുന്ന ആൾക്കാരുടെ ഇടയിൽ, കൊർന്നേലിയോസിന്റെ ഭവനം, ആദ്യമായിട്ട് യഹൂദന്മാരല്ലാത്തവരുടെ ഇടയിലേക്ക് സുവിശേഷം പരക്കാൻ തുടങ്ങുക. അപ്പൊ കൊർന്നേലിയോസിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അതിനു മുമ്പ് ശമരിയയിലെ പത്രോസും യോഹന്നാനും ഒക്കെ ചെന്ന കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഒക്കെ പത്രോസിനെ ദൈവം സ്വർഗരാജ്യത്തിന്റെ താക്കോല് വെച്ച് തുറക്കാനൊക്കെ അവരെ അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് കയറാനായിട്ട് ആ താക്കോലൊക്കെ കൊടുത്ത കാര്യമൊക്കെ നമ്മൾ
അവിടെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കർത്താവിന്റെ നിയോഗപ്രകാരം കൊർന്നേലിയസിന്റെ ഭവനത്തിൽ വന്ന് പത്രോസ് ഈ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള യേശുവിനെ പരിചയപ്പെടുത്തുന്നേ. അവരോട് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്ക് പഴയ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് ചൂണ്ടിക്കാണിക്കാൻ പഴയ നിയമമൊന്നും ഉദ്ധരിക്കുന്നില്ല, മറിച്ച് യേശുവിന്റെ ആ നന്മ പ്രവൃത്തികള്, നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് നടന്ന ആ യേശുവിനെയാ യേശുവിനെയാ ആര് പരിചയപ്പെടുത്തുന്നേ? പത്രോസ് പരിചയപ്പെടുത്തുന്നത്. നമ്മള് അപ്പോസ്തലരുടെ 10:34 മുതൽ ഓപ്പണിംഗ് ഹിസ് മൗത്ത് പീറ്റർ സെഡ്, ഓപ്പണിംഗ് ഹിസ് മൗത്ത് പീറ്റർ സെഡ് എന്ന് പറയുമ്പോൾ വാ തുറക്കാതെ ആർക്കെങ്കിലും പറയാൻ നോക്കുവോ? പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, വായ അടച്ചാരെങ്കിലും പറയുന്നത്, ഇതിൽ വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത് പറയുന്ന കാരണം എന്താ? മിക്കവാറും പത്രോസിന് മെസ്സേജ് ഒന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടി കാണത്തില്ല. പെട്ടെന്ന് വന്ന് ദർശനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആള് വന്ന് പോവാൻ പറയുന്നു. പോയി എന്താ പറയണ്ടേ, എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്ന് അറിയത്തില്ല. അവിടെ പെട്ടെന്ന് ഇവിടെ കോൺഗ്രിഗേഷൻ ഓഡിയൻസ് എല്ലാം റെഡി ആയിട്ടിരിക്കുക. മെസ്സേജ് തുടങ്ങിക്കും. ഞാൻ മെസ്സേജ് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. പത്രോസ് വാ തുറന്നു ദൈവം അട്രൻസ് ഒക്കെ നൽകി. ഇപ്പൊ ഇവിടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ മടിയുള്ള ചില സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അവരുടെ മടിയൊക്കെ മാറി. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് വാ തുറന്നാൽ മതി, ഇവിടെ വന്ന് വാ തുറന്നിട്ട് യേശുവിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്ന് വാ തുറന്നപ്പോഴത്തേക്കും ഒരു വലിയ വലിയ ജ്ഞാനത്തിന്റെ വലിയ വലിയ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വെച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇവിടെ വന്ന് മുമ്പിൽ വന്ന് നിന്ന് പറയാൻ ചിലർക്ക്. പക്ഷെ മുമ്പിൽ നിന്ന് വാ തുറന്നപ്പോഴത്തേക്കും ദൈവം അങ്ങ് വായിൽ വാക്കുകൾ തന്നു എന്ന് പറയുന്നത് പോലെ പത്രോസ് അങ്ങ് വാ തുറന്ന് പറയാൻ തുടങ്ങി. എന്താ അത് കഴിഞ്ഞിട്ട് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുമോ? 38-ാമത്തെ വാക്യം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും കൊണ്ട് പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നവല്ലോ. യു നോ ജീസസ് ഓഫ് നാസറേത്ത്, how God anointed him with the Holy Spirit and with power, and how he went about doing good and healing all who were oppressed by the devil, for God was with him. Acts 10:38. യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഒക്കെ വലിയൊരു അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എന്താ ചെയ്തേ? അവൻ നന്മ ചെയ്തു. He went about doing good. പിശാച് ബാധിച്ചവരായിട്ടുള്ളവരെയൊക്കെ സൗഖ്യമാക്കി. നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഡീമൺ പൊസസ്ഡ് ആയിട്ടുള്ളവർ കാണാം. എന്നാൽ ഡീമോണിക് ഒപ്രഷൻ ഉള്ളവർ, ഡീമൺ പൊസസ്ഡ് ആയിട്ടുള്ളവർ ചിലപ്പോൾ ചുരുക്കം പേരെ ഉള്ളായിരിക്കും. അത് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ എടുത്ത് നമ്മൾ കാസ്റ്റ് ഔട്ട് ചെയ്യാം. പക്ഷെ ഡീമോണിക് പൊസഷൻ അല്ലെങ്കിൽ ഡീമോണിക് ഒപ്രഷൻ ഒത്തിരി ഭയങ്കര നിരാശയും ഒരുപാട് അക്ഷമയും ഒരുപാട് പ്രശ്നങ്ങളും പരാധീനതകളും ദേവലാദികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, ചിലപ്പോൾ നമ്മുടെ ബാച്ച് ഗ്രൂപ്പിലായിരിക്കും, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലായിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ ഇടയിൽ നമുക്ക് ചിലപ്പം ദൈവം തരുന്ന ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കുവാനായിട്ട് ഡെലിവർ ദോസ് ഹു ഒപ്രസ്ഡ്. അപ്പോസ്തലർ 10:38 യേശു നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്, നന്മ ചെയ്തും കൊണ്ട് പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇന്ന് കർത്താവ് നമ്മുടെ സ്വർഗ്ഗത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഓരോ ദിവസവും അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ സമയം പാഴാക്കാതെ ഒത്തിരി ഈ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആവശ്യമില്ലാതെ സമയം കളഞ്ഞ് ഇരിക്കാനുള്ളൊരു പ്രേരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ചെറിയ ജസ്റ്റ് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള ചില കാര്യങ്ങളോ ഒക്കെ കുറച്ച് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അല്ല ഞാൻ പറയുന്നത്. മറിച്ച് അങ്ങ് അതിനോടങ്ങ് മൊബൈലിനോടങ്ങ് അഡിക്റ്റഡ് ആയിട്ട്, മൊബൈൽ ഫോണിനോടങ്ങ് അഡിക്റ്റഡ് ആയിട്ട്, സോഷ്യൽ മീഡിയയോടങ്ങ് അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ഒത്തിരി സമയം അതിന്റെ പിന്നാലെയൊക്കെ നമ്മൾ കളയുന്നതിന് പകരം കർത്താവേ എന്റെ സമയം ഞാൻ തക്കത്തിൽ ഉപയോഗിക്കണം. ഐ ഹാവ് ടു റിഡീം മൈ ടൈം ഫോർ ദ ഡേയ്സ് ആർ ഈവിൾ. എഫേസർ 5:16 നമ്മളത് വായിക്കുന്നത്. എക്സാഗ്രോസോ, റിഡീം യുവർ ടൈം, മേക്ക് മോസ്റ്റ് ഓഫ് യുവർ ടൈം എന്നുള്ളത് എക്സാഗ്രോസോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കാൻ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. എന്താ? റിഡീം, വീണ്ടെടുക്കുക. ദ ടൈം is bound by the flesh and the world and the devil.
അത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാൾ വെച്ച് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ലോർഡ് ദ ടൈം ദാറ്റ് യു ഗിവൺ മീ ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു യു. കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ടുള്ള കൂട്ടായ്മയിൽ വാട്ട് ഐ ക്യാൻ ഡു ഇറ്റ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. യേശുവായിട്ടുള്ള കൂട്ടായ്മയിൽ എനിക്ക് എന്ത് വാച്ച് ചെയ്യാനൊക്കും, എന്ത് കേൾക്കാനൊക്കും, എങ്ങനെ സമയം ചെലവഴിക്കാനൊക്കും, അതുപോലെ ഞാൻ സമയം യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ള നമുക്ക് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം ഒക്കെ വീണ്ടെടുക്കാനൊക്കും. ഒത്തിരി നമ്മുടെ ഫ്രീ ടൈം, ഫ്രാഗ്മെന്റ്സ് ഓഫ് ടൈം. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര ബാസ്കറ്റ്സ് ഫുൾ അവർക്ക് കിട്ടി? ഫ്രാഗ്മെന്റ്സ് എടുത്ത് വാരിക്കോരിയപ്പോ 12 ബാസ്കറ്റ്സ് കിട്ടി. ആദ്യത്തെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത്രയും ഫ്രാഗ്മെന്റ്സ് ആയിരുന്നു, പക്ഷെ അത് കോരിയെടുത്തപ്പോ അത്രയും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ടൈമിന്റെ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ എവിടെങ്കിലും ഒക്കെ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ നമ്മുടെ കടയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വെയിറ്റിംഗ് ആയിട്ടുള്ള ചില ടൈം കാണും. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീക്ക് ടു ദ ലോർഡ് ആൻഡ് ഡു സംതിങ് ടു യൂട്ടിലൈസ് ദാറ്റ് ടൈം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയാതെ, മറിച്ച് അതായത് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സമയം എടുക്കേണ്ടതായിട്ടുണ്ടോ, ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യാനായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആ ഒരു സമയം വീണ്ടെടുത്തുകൊണ്ട് ആ സമയം അങ്ങ് നമ്മുടെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാനില്ല. ജഡം, ഈ ലോക വ്യവസ്ഥ, പിശാച്, അതാണ് ഒരു ട്രയാഡ് ഓഫ് എനിമീസ് നമുക്കുള്ള. പിശാച് ഈ ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിലൂടെ നമ്മുടെ സമയം എങ്ങനെയെങ്കിലും അവന്റെ ഇഷ്ടത്തിനായിട്ട്, അവന്റെ രാജ്യത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ ദൈവരാജ്യത്തിനായിട്ട് അത് പവർഫുൾ ആവാതിരിക്കാനോ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ടൈം എങ്ങനെയെങ്കിലും ഒക്കെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു വിദ്യാഭ്യാസ ബന്ധം, പെട്ടെന്നൊരു അവധി കിട്ടുന്നു. ആ സമയം യൂട്ടിലൈസ് ദാറ്റ് ടൈം. അല്ലെങ്കിൽ പെട്ടെന്നൊരു അവധി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ അവിടെ കർത്താവേ ഞാൻ ആവതിരിക്കും. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, അവിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആരെങ്കിലും നമുക്ക് പ്രായോഗികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലരിന്ന് രോഗിയായിട്ടുള്ളവരെ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് വിസിറ്റ് ചെയ്തു. രോഗം സൗഖ്യമാക്കിയ ആള് ഞാൻ അനേകരെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങളെ ഞാൻ ഒരു നാളെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ കർത്താവ് മാത്യു 7 പറയുന്നുണ്ട്. മത്തായി 7 അധ്യായത്തിന് അവസാനം ഞങ്ങൾ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു, മിറക്കിൾസ് ഒക്കെ ചെയ്തു, പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. അവരെ കർത്താവ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ മത്തായി 25 നമ്മള് ചിലർ എന്താ പറയുന്നേ, ചിലരോട് കർത്താവ് പറഞ്ഞ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ച്, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, കൊടുക്കാൻ തന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ കാണിക്കുന്ന, നമുക്ക് ദൈവം തരുന്ന ഫ്രീഡത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു യജമാന്റെ ഹിതം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നവന് അടി കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ലൂക്കോസ് 12 വാക്യം എടുത്ത് വായിച്ചായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പാണ്. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു കണക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു നാട്ടിൽ അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ അന്ന് ഞാൻ ലജിച്ചു പോകാൻ ഇടവരരുത്. അന്ന് കർത്താവേ, നിന്നെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി പ്ലാൻസ്, എന്റെ മോളെ നിന്നെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ എന്റെ പ്ലാൻസിൽ ഉണ്ടായിരുന്നു. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, വേറെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ നിന്നെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള വലിയ പ്ലാൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സോ ലേസി, നീ ഒത്തിരി അലസനായിരുന്നു, നീ ഇങ്ങനെ എന്റെ ശബ്ദം കേൾക്കാൻ മെനക്കെട്ടില്ല, നീ ഇങ്ങനെ ജീവിച്ചു പോയി, ഇങ്ങനെ ഇപ്പൊ നീ മരിച്ച് വിശ്വാസത്തിൽ നിലനിന്നു പറഞ്ഞ് നീ എത്തി. സ്വർഗത്തിൽ നീ എത്തിയല്ലോ, സന്തോഷം, നീ പോയിക്കോ, അവിടെ പുറകിൽ ഒരു സീറ്റ് ഉണ്ട് എന്ന് ആണോ അന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോ കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർത്തുകൊണ്ട്, അവിടുത്തെ വേലയെ തികച്ചുകൊണ്ട് അങ്ങ് എനിക്ക് ഫേസ് ചെയ്യണം. അപ്പൊ ഇതുവരെയുള്ള നമ്മളുടെ അറിയായ്മയുടെ കാലങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരു കുറ്റബോധത്തിലാവേണ്ട. അപ്പോസ്തലർ 17:30 എന്താ വായിക്കുന്നത്? അറിയായ്മയുടെ കാലങ്ങള് കർത്താവ് അലക്ഷ്യമാക്കുന്നു. നമ്മുടെ ഡേയ്സ് ഓഫ് ഇഗ്നറൻസ്, നമ്മള് കർത്താവിനെ വേണ്ടവണ്ണം അറിയാതിരുന്നു, വേണ്ടവണ്ണം നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യമില്ലായിരുന്നു. നമ്മള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും വേണ്ടവണ്ണം സീരിയസ് ആയിട്ടൊക്കെ എടുക്കാതൊക്കെ ഇരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവെ, അപ്പോസ്തലർ 17:30 എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ, ആക്ട് 17:30 എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. Therefore, having overlooked the times of ignorance, Acts 17:30, God is now declaring to men that all people everywhere should repent. ഇതുവരെയുള്ള കർത്താവെ, ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയൊക്കെ ഞാൻ ഒത്തിരി കർത്താവ് സമയം പാഴാക്കിയിട്ടുണ്ട്. പല നന്മകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടാകാം. കർത്താവ്, ഞാൻ വേണ്ടവണ്ണം അവിടുന്ന് അങ്ങനെ അന്വേഷിക്കാതിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ കർത്താവ്, ഞാൻ
യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നു, എന്നോട് ക്ഷമിക്കണേ കർത്താവേ, നമുക്ക് കർത്താവിനോട് പറയാം. യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തിൽ കർത്താവിനെ എന്നോട് അങ്ങ് കർത്താവെ ക്ഷമിക്കണം കർത്താവെ, അവിടുന്ന് അവസരങ്ങളെ തരണം, അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ. അതിന് എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും കർത്താവെ, അവിടുത്തെ ഹിതമെങ്കിൽ, അവിടുന്ന് എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ കർത്താവെ ഞാൻ ചെയ്യാനായിട്ട്, അത് കുറച്ച് കഷ്ടപ്പാടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ചില സമയവും പ്രയാസവും പ്രാരബ്ധമൊക്കെ കാണും. പക്ഷെ അവിടുത്തെ ഹിതമെങ്കിൽ കർത്താവെ, എനിക്ക് ഐ എം വില്ലിംഗ് ടു ഡു ദാറ്റ്. ഞാൻ അതിനായിട്ട് അവിടുത്തെ ഹിതം ചെയ്യാനായിട്ട് ഞാൻ അതിനെ ഏൽപ്പിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാൻ, കർത്താവ് നമ്മളെ സഹായിക്കും. ആയിരങ്ങൾ പാപത്തിൽ നശിച്ചിടുമ്പോൾ ക്രൂസിൽ നിവർത്തിച്ചതാം സുവിശേഷം ഘോഷിച്ചിടാം. കർത്താവിൻ്റെ സുവിശേഷം നാം കർത്താവിൻ്റെ നന്മയെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം പറയേണ്ടവരോട് പറയുവാൻ, നന്മ ചെയ്യേണ്ടവരോട് നന്മ ചെയ്യുവാൻ, നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ട് പ്രാഥമികമായിട്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും ഒക്കെ സുവിശേഷം ഘോഷിച്ചിടുവാനായിട്ട് ആ പാടുകളേറ്റ് പാവന്റെ പാവമില്ലാത്ത പരിശുദ്ധന്റെ പാതയിൽ നോക്കി ഞാൻ ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന ആൾ. കർത്താവ് പോയ ആ ഒരു പാത, പിതാവിന്റെ ഇഷ്ടം എന്താണോ, അതിന് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായാലും പല കിലോമീറ്ററുകൾ നടന്ന ഒരു ധനാന്യക്കാരിയായ ഒരു സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കേണ്ടതിന് അത്രത്തോളം കിലോമീറ്ററുകൾ, 50 മൈലോളം ഒക്കെ നടന്ന് കർത്താവ് പോയി മകളെ വിടുവിച്ച് കർത്താവ് തിരിച്ചു നടന്നു വന്നതുപോലെ പിതാവ് എന്താണ് പറഞ്ഞത്, അത് ഓട്ടോമൊബൈൽ കോസ്റ്റ് എന്തെല്ലാം സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പിതാവ് തന്റെ ആത്മാവിൽ പ്രേരിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്നിടവിടാതെ ഒന്ന് തള്ളിക്കളയാതെ ചെയ്ത യേശുവിന്റെ പാതയിൽ നോക്കി നമ്മൾ ജീവിച്ചിടാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു സമർപ്പണത്തിന്റെ പാട്ടായിട്ട് കർത്താവെ, ഈ യേശുവിന്റെ ഈ പാതയിൽ പോകുമ്പോൾ നമ്മുടെ സത്യത്തിനായിട്ടും ന്യായത്തിനായിട്ടും ദയാവൽപ്പനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നിന്നയുണ്ട്. പാളയത്തിന് പുറത്താണ് നമുക്ക് ചില ഒറ്റപ്പെടലുകളും പല കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിരിക്കാം. നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ലോകം നമുക്ക് പൂമാല ആയിരിക്കില്ല, ക്രൂശായിരിക്കും തരുന്നത്. എന്നാൽ യേശുവിന് നിന്ന് ചുമന്നുകൊണ്ട് ഞാൻ പോകാം. ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിനെ നോക്കി സമർപ്പണത്തോടെ നമുക്ക് പാടാം. പാളയത്തിൻ പുറത്തായി തന്നിന്ന ചുമന്നുകൊണ്ട് സാക്ഷികളിൻ നടുവിൽ പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം, പാരിടത്തിൽ പാർക്കുന്ന ക്രൂശിൽ തൻ ജീവൻ വെച്ച രക്ഷകനാം നാഥന്റെ രക്ഷണ്യവേല ചെയ്യാം. പാപിയെ നേരിടുവാൻ ക്രൂശിൽ തൻ ജീവൻ വെച്ച രക്ഷകനാം നാഥന്റെ രക്ഷണ്യവേല ചെയ്യാം. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം, പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം, പാരിടത്തിൽ പാർക്കുന്ന ആയിരങ്ങൾ പാപത്തിൽ നശിച്ചിടുമ്പോൾ സുവിശേഷം ഘോഷിച്ചിടാം. ആയിരങ്ങൾ പാപത്തിൽ നശിച്ചിടുമ്പോൾ ക്രൂശിൽ നിവർത്തിച്ചതാം സുവിശേഷം
പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാക്കുന്ന രക്തം ചിന്തി നമുക്കായി തന്നെ താനേ അർപ്പിക്കാം അനുദിനവും ചെലവാക്കാൻ ചെലവായിടാം. രക്തം ചിന്തി നമുക്കായി തന്നെ താനേൽപ്പിച്ചു അർപ്പിക്കാം അനുദിനവും ചെലവാക്കാം ചെലവായിടാം. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന കർത്തൻ തൻ പേർക്കായി ജീവനെ കളയുകയിൽ നേടിടും താനതിനെ പ്രാപിക്കും നിത്യജീവൻ. കർത്തൻ തൻ പേർക്കായി ജീവനെ കളയുകയിൽ നേടിടും താനതിനെ പ്രാപിക്കും നിത്യജീവൻ. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന ലോകത്തിൻ ലാഭം ധനം സ്ഥിരമെന്നിടാമേ ലോകത്തിൻ മാനത്തെക്കാൾ തന്മാനമഭികാമ്യമേ ലോകത്തിൻ ലാഭം ധനം സ്ഥിരമെന്നിടാമേ ലോകത്തിൻ മാനത്തെക്കാൾ തന്മാനമഭികാമ്യമേ. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന ലോകങ്ങൾ അവസാനിക്കും വെളിപ്പെടും താൻ തേജസ്സിൽ തൻ സിദ്ധർ വാണിടുമേ തൻ കൂടെ യുഗയുഗമാ. യുഗങ്ങൾ അവസാനിക്കും വെളിപ്പെടും താൻ തേജസ്സിൽ തൻ സിദ്ധർ വാണിടുമേ തൻ കൂടെ യുഗയുഗമായി. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം പാരിടത്തിൽ പാർക്കുന്ന. അതെ കർത്താവേ, അവിടുന്ന് വിട്ടുതെളിച്ച ആ പാത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മുമ്പിലായിട്ട് മാതൃകയായിട്ട് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് കർത്താവേ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് പോയ ആ പാതയിൽ
പിതാവിഹിതം ചെയ്യുവാനായിട്ട് കർത്താവെ അവസാനത്തിൽ രക്തം വരികയും ചിന്തിയ ആ പാതയിൽ തന്നെ പോകുവാനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അത് കർത്താവെ ഓരോ സാഹചര്യങ്ങളിലും അവിടുത്തെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് കർത്താവെ അവിടുത്തെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ആ തിരുഹിതം തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളതിന് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെടുമല്ലോ. അതെ കർത്താവെ, ഏറ്റവും ചെറിയ കാര്യങ്ങളും കർത്താവെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നതാണെങ്കിൽ പോലും അത് വലിയ സ്നേഹത്താൽ ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചാട്ടെ കർത്താവെ. അതെ കർത്താവെ, അവിടുത്തെ ആ സാന്നിധ്യബോധത്തോടെ കർത്താവെ അങ്ങനെയുള്ള ഭയഭക്തിയിൽ തുടങ്ങി അവിടുത്തെ ആ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ കർത്താവെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ അവിടുത്തെ ഉള്ള സ്നേഹത്തിൽ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഞാൻ അവിടുത്തേതാണ്, അവിടുന്ന് എൻ്റേതാണ് കർത്താവെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. കർത്താവെ അവിടുത്തെ ആഗ്രഹം എനിക്ക് വേണ്ടിയാണല്ലോ. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഐ ആം മൈ ബിലവേഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഇസ് ഫോർ മീ. കർത്താവ് എൻ്റെ വലിയ വലിയ പ്രവൃത്തികളോ കാര്യങ്ങളൊന്നുമല്ല, അവിടുന്ന് എന്നെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടുള്ള ആ സ്നേഹം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് അത് സൽപ്രവൃത്തികളായിട്ട് വെളിപ്പെടട്ടെ. ദ കപ്പ് ഓഫ് ഫ്ലോസ് ഗുഡ് വർക്ക്സ്, മൈ കപ്പ് ഓഫ് ഫ്ലോസ്. അതെ കർത്താവെ, അവിടുന്ന് ഞങ്ങൾ മനസാന്തരത്തോടെ അർപ്പിക്കുമ്പോൾ ഞങ്ങളെ തന്നെ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിയായ്മയുടെ കാലങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങൾ വേണ്ടവണ്ണം കർത്താവെ അവിടുത്തെ വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സമയം പാഴായി കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ അവസരങ്ങൾ, പല കർത്താവിൻ്റെ സാക്ഷിയാകാമായിരുന്ന പല അവസരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളതിനെക്കുറിച്ചെല്ലാം അറിയായ്മ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് കർത്താവെ ഞങ്ങളതിന് ജീവനുള്ള യാഗമായിട്ട് അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ നുറുക്കി കർത്താവെ ഖണ്ഡം ഖണ്ഡമായിട്ട് പാട്ട് ബൈ പാട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ നാവും ഞങ്ങളുടെ കണ്ണുകളും ഞങ്ങളുടെ മനസ്സും എല്ലാം അംഗപ്രത്യംഗമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചായിട്ട് ഞങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് അത് സമ്പൂർണ്ണമായിട്ട് യേശുവിൻ്റെ ജീവനായിട്ട് ഒഴുകട്ടെ. അത് ദൂതന്മാർക്കും ആശ്ചര്യമാകുമാറ് യേശുവിൻ്റെ ജീവൻ എങ്ങനെ ഈ മർത്യരായിട്ടുള്ളവരിൽ, ഈ ഫൈനൈറ്റ് ബീയിങ്സിൽ, ഈ ജീവിതങ്ങളിൽ എങ്ങനെ ഈ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം വിളങ്ങാൻ സാധിക്കുമെന്ന് ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കത്തക്കവണ്ണം കർത്താവെ ആശ്ചര്യപ്പെടുമാറ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ യേശു ജീവൻ സൽപ്രവർത്തികളായിട്ട് നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട്ടിൽ തന്നെയും നന്മ ചെയ്യുവാൻ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ, ഞങ്ങൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ, ഞങ്ങളുടെ സഭയിൽ കർത്താവെ ഞങ്ങൾ ആരോടൊക്കെ കർത്താവെ ആക്ഷരികമായിട്ടും വെർച്വലായിട്ടും ഒക്കെ കർത്താവെ ഓൺലൈനായിട്ടും ഒക്കെ കോണ്ടാക്റ്റിലോട്ട് വരുന്നു. അവിടെ എല്ലാം യേശുവിൻ്റെ ജീവനെ കാട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. അതെ കർത്താവെ, അവിടുത്തെ രക്ഷണ്യ വേല ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയായിട്ട് അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ചായിട്ട് നമുക്ക് ഒരു ഭോഗത്തോടെ നമ്മളതിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നന്ദി പറയാം. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ് ഫോർ യുവർ വേർഡ്. താങ്ക് യു ലോർഡ്. സ്തുതിക്കുന്നു. ഞങ്ങൾ തന്നെ കർത്താവെ ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് തരുന്ന കർത്താവെ ഓൾ ദ ഏരിയാസ് ഓഫ് അവർ ലൈഫ് for you to have dominion in our lives, Lord. You are our master and Lord. അവിടുന്നാണ് ഞങ്ങളുടെ യജമാനൻ, അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്. അവിടുത്തേക്ക് കർത്തൃത്വത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനാൽ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. ആ ഒരു സ്നേഹത്തിൽ സമാധാനത്തിൽ മുമ്പോട്ട് പോകാൻ അത് കർത്താവേ അവിടുത്തെ ദിവ്യ സമാധാനം ഞങ്ങളുടെ റെഫറി ആയിട്ടായിരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് തരുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കർത്താവേ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഓരോ തീരുമാനങ്ങളിലുമൊക്കെ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടുന്ന് തരുമ്പോൾ അവിടുത്തെ പ്രേരണ കർത്താവെ അവിടുത്തെ ഗ്രീൻ സിഗ്നലിനായിട്ട് കാത്തിരുന്ന് ആ ഗ്രീൻ സിഗ്നലിലൂടെ കർത്താവെ കാര്യങ്ങൾ ചെയ്യുവാൻ, എന്തെങ്കിലുമൊക്കെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുളവാക്കുവാനല്ല, മറിച്ച് അങ്ങോട്ടുള്ള ഒരു സ്നേഹ സംസർഗത്തിൽ അങ്ങോട്ടുള്ള സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ അതെ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. കർത്താവെ, ഒരു നാളിൽ അവിടുത്തെ മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അന്ന് ലജ്ജിച്ചു പോകാൻ ഇടവരാതെ വണ്ണം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരുണ തോന്നണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെല്ലാം കാണിച്ച് മനസാന്തരപ്പെട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് അവിടത്തേക്കായിട്ട് തരുന്നു. നന്ദി കർത്താവേ, നന്ദി. അവൾ നിറച്ചതിനായിട്ട് സ്തോത്രം, ബലപ്പെടുത്താനായിട്ട് നന്ദി. പ്രാർത്ഥന എഴുതുന്നവർക്ക് സ്തുതിക്കുന്നു എല്ലാം യേശുവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.